കോഴിക്കോട് ഷഹബാസ് കൊലപാതകത്തിൽ ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം. മെയ് പകുതിയോടെ കോഴിക്കോട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ കുറ്റപത്രം സമർപ്പിക്കും. നിലവിൽ 6 വിദ്യാർത്ഥികളാണ് കുറ്റാരോപിതരായി വെള്ളിമാട് കുന്നിലെ ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, സമൂഹ മനസാക്ഷിക്ക് വലിയ ഞെട്ടലുണ്ടാക്കിയ കൊലപാതകം, ഒപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയ കൊലപാതകം, അതിൻ്റെ അന്വേഷണം പൂർത്തിയാവുന്നു. വിശദാംശങ്ങൾ എന്താണ് അഭിജിത്ത് മുഴക്കുന്ന്? ടി.കെ. 10ാം ക്ലാസ്സുകാരനായ ഷഹബാസിന്റെ കൊലപാതകം നാടിനെ നടുക്കിയതാണ്. ഇതിൽ 6 പേരാണ് കുറ്റാരോപിതരായിട്ടുള്ളത്. 6 വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ 6 പേരും ജില്ലാ കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ വെള്ളിമാട് കുന്നുള്ള ഒബ്സർവേഷൻ റൂമിൽ തന്നെ തുടരുകയുമാണ്. ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. മെയ് മാസം പകുതിയോടുകൂടി തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ളൊരു നീക്കത്തിലാണ് അന്വേഷണ സംഘം. മെയ് 29ഓടുകൂടി ഇവർ ഈ വിദ്യാർത്ഥികൾ 6 പേരും ഒബ്സർവേഷൻ റൂമിലായിട്ട് 90 ദിവസം പിന്നിടും. 90 ദിവസം കഴിഞ്ഞാൽ ഇവർക്ക് സ്വാഭാവികമായ ജാമ്യം ലഭിക്കും. അത് ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതിനാൽ അതിന് മുൻപായി തന്നെ കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഇതിൽ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കാനുണ്ട്. കാരണം ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ്. ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഈ ഗ്രൂപ്പ് വഴി ആസൂത്രിതമായി നടത്തിയ കൊലപാതകം എന്നുള്ള ഒരു കണ്ടെത്തലിൽ തന്നെയാണ് പോലീസ് നിലവിലുള്ളത്. ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ്. അതിനാൽ തന്നെ ഈ ഡിജിറ്റൽ തെളിവുകളാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാവുക. ഇതിൽ ചില വിവരങ്ങൾ മെറ്റയിൽ നിന്ന് പോലീസിന് ലഭിക്കാനുണ്ട്. അതുകൂടി ലഭിച്ചതിന് പിന്നാലെയാകും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്യുക. ഇതിൽ മറ്റൊരു കാര്യമുള്ളത്, ഷഹബാസിന്റെ പിതാവ് ആവശ്യപ്പെട്ടത് ഇതിൽ മറ്റുള്ളവരെ കൂടി, മുതിർന്നവരെ ഉൾപ്പെടെ പ്രതി ചേർക്കണം എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് കടക്കില്ല എന്നാണ് കോഴിക്കോട്ട് വിവരങ്ങൾ നൽകുകയാണ്. നിലവിൽ 6 പേരാണ് പ്രതിപട്ടികയിലുള്ളത്. അവർ മാത്രമല്ല, മുതിർന്നവർക്കും ഈ കേസുമായി ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം കുടുംബം ഉയർത്തുന്നതിനിടയിലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത് എന്നതും ശ്രദ്ധേയമാണ്.